വിയൂർ സെൻട്രൽ ജയിലിനകത്ത് അങ്ങനെ ആദ്യമായി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നടന്നത്. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ദൈവങ്ങളുടെയും വ്യക്തികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനാണ് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ നേരത്തെ കോടതി റദ്ദാക്കിയിരുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈശ്വരനാമത്തിലായിരുന്നു സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. കർശന നിയന്ത്രണങ്ങളോടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. വേദിയിൽ 3 പേർ മാത്രമാണ് ഇരുന്നിരുന്നത്. മേയർ വി രാജേഷും തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയും ജയിൽ സൂപ്രണ്ടും മാത്രം. സുഗതൻ ജയിലിലായാലും മറ്റ് കൗൺസിലർ ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സം വരില്ല എന്നാണ് മേയർ വി രാജേഷ് പറയുന്നത്. താൻ തന്നെ നേരിട്ട് സുഗതന്റെ വാർഡിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ആ വാർഡിലെ വികസന കാര്യങ്ങൾക്കോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് എഴുതി മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കാപ്പ കേസ് പ്രതിയായ സുഗതൻ ഇപ്പോഴും വിയൂർ ജയിലിൽ തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൗൺസിൽ യോഗങ്ങൾ ഉൾപ്പെടെ എങ്ങനെ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടുമെന്നാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കർശന നിയന്ത്രണങ്ങളോടെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.